ഹിസ്ബുള്ളയുടെ പടിഞ്ഞാറൻ അൽ-ബഖ മേഖലയുടെ കമാൻഡറായി ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി. മുതിർന്ന ഹിസ്ബുള്ള ഭീകര നേതാക്കളിൽ ഒരാളായിരുന്നു ഹമാദി. വീടിന് സമീപം വെച്ച 2 വാഹനങ്ങളിലായി എത്തിയ അക്രമികളാണ് ഹമാദിക്ക് നേരെ വെടിയുതിർത്തത്. പതിറ്റാണ്ടുകളായി US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന FBI-യുടെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഹമാദി. 1985-ൽ നിരവധി അമേരിക്കക്കാരുൾപ്പെടെ 153 യാത്രക്കാരുമായി പോയ ലുഫ്താൻസ എന്ന ജർമ്മൻ വിമാനം ഹൈജാക്ക് ചെയ്തതിലും പല പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീകരപ്രവർത്തനങ്ങളിലും ഹമാദിയുടെ പങ്കാളിത്തം വ്യക്തമായിരുന്നു. FBI-യുടെ പ്രധാന പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിലാണ് ഹമാദി ഇടം നേടിയത്. ഇസ്രായേലും ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കാലമായ ഇപ്പോൾ ഹിസ്ബുള്ള നേതാവിന്റെ കൊലപാതകം ഏറെ ചർച്ചയാകുകയാണ്. ഇസ്രായേലുമായുള്ള 2023-ൽ ആരംഭിച്ച യുദ്ധത്തിനിടെ 7 ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്.